പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹകരമായി തീരുമാൻ, വചന ശുശ്രൂഷ അനുഗ്രഹമായി നമുക്ക് ഓരോരുത്തർക്കും നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുമാൻ ദൈവകരങ്ങൾ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ പ്രവേശങ്ങളെല്ലാം നമുക്ക് ദൈവത്തിൽ ഏറ്റവും ശുദ്ധീകരണത്തോടും കൂടെ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാം. ദൈവം നമ്മുടെ ദൈവമാണ്, നമ്മുടെ കർത്താവാണ്. ഇത് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സന്ധ്യയ്ക്കായി അടിയങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകലിൽ വിവിധ ഇടങ്ങളിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധാനത്തിലായിരിക്കാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, സൂക്ഷിപ്പാനൊക്കെയും കർത്താവ് കൃപ ചെയ്തുവല്ലോ. അതിനായി നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ചുരുക്കം പേരായിട്ടാണെങ്കിലും തൃപ്പാദത്തോട് അടുത്ത് വരികയാണ്. കർത്താവ് സഹായിക്കണമേ. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കായി സ്തോത്രം വരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ കർത്താവിൽ സന്ധ്യയിൽ വചന സൂക്ഷിക്കുന്ന ദൈവദാസനെ കുടുംബമായി പാടുവാനും ആരാധിപ്പാനും എല്ലാം അവിടുത്തെ കൃപ തരുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ നിറഞ്ഞു പാടുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, ആത്മാവിൽ ശുശ്രൂഷിക്കുവാൻ, ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സന്ധ്യയിൽ അടികളോട് കൂടെ ഇരുന്നാട്ട് ആദിയോടൊന്ന് തിരുസാന്നിധ്യ മറവിൽ മറച്ചാട്ട് ഓരോരുത്തരും ആയിരിക്കുന്നത് ആ സ്ഥാനത്ത് അവരെല്ലാവരും രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ചുകൊള്ളുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എതിർപ്പും വെല്ലുവിളികളും പോരാട്ടങ്ങളും അധികമായി വർദ്ധിച്ചു വരുമ്പോൾ അതിന്റെ നടുവിൽ ദൈവകൃപ പ്രാപിക്കുവാൻ, ദൈവകൃപയോട് നിലനിൽക്കുവാൻ കർത്താപടികളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെങ്കിൽ സഭകളെ, കുടിവരുകളെ, ഭവനങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ പരിമേൽപ്പിക്കുന്നു. രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ചാട്ടെ, ആദിയോടുന്ന് തിരുസാന്നിധ്യ മറവിൽ മറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. പിതാവേ, കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. പാട്ടുപാടും. പിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവൻ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. നമ്മെ പൂർണ്ണമനിച്ചു അപകടത്തിൽ പാലിച്ചവൻ. പോൽ നമ്മെ മനിച്ചു അപകടവേളയിൽ പാലിച്ചവൻ. പാനീയമേകിയവൻ നിത്യമം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പോൽ നമ്മെ തേടി വന്നു പാപകുഴിയിൽ നിന്നെത്തിയവൻ. പോൽ നമ്മെ തേടി വന്നു പാപകുഴിയിൽ നിന്നെത്തിയവൻ. തന്നമാക്കി നമ്മെ തേടുവാൻ മരയ്ക്കും നമുക്കേകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി ജീവനെ നൽകിയവൻ. കൂടിലൊക്കെ പറക്കുവാനാ
കൂടെ കൂടിളക്കി പാടക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ നശിച്ചിടാതെ പരമപിതാവിനു സ്തുതി പാടും. അവനല്ലോ ജീവനെ നൽകിയവൻ പരമപിതാവിനു സ്തുതി പാടും. അവനല്ലോ ജീവനെ നൽകിയവൻ സ്തോത്രം ചെയ്യാൻ ഹൃദയംഗമായി ിടാവൻ മുൻപിലാദരവായി സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി ിടാവൻ മുൻപിലാദരവായി കടമോടെ അവനല്ലോ നമ്മുടെ പിതാവിനു സ്തുതി പാടും. അവനല്ലോ ജീവനെ നൽകിയവൻ പരമപിതാവിനു സ്തുതി പാടും. അവനല്ലോ ജീവനെ നൽകിയവൻ Persona savarma bantolide teno tolo gena ka sundalade ni varga janadana samagula handuna gelide gala sudene ina sadam agoda shamdalige Arsina magule riga magule kene kana sola kyatam masula asoni tani sele gera mazula kanchuna garoda gastaludo idena sinide na stolade ina sadu mastula kena sadule asirade nachalude ഔദഗജാസന സന്തനിതേ. നമുക്ക് പിന്നെയും ദൈവസനെ പ്രാർത്ഥിക്കാം, ദൈവകരങ്ങൾ സമർപ്പിക്കും. ആരവർ നമുക്ക് ദൈവത്തിന് ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ നമുക്ക് തന്നെ സമർപ്പിച്ചോ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹകരമായി തീരുവാൻ, നല്ല പല ശുശ്രൂഷ ദൈവത്തിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ ദൈവം ലഭിച്ചു. രോഗത്താലും മറ്റും ഭാരപ്പെടുന്നവരുടെ വിടുതലുകൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഭകളും പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടേണ്ടത് നമ്മുടെ ഈ പ്ലസ് മീഡിയയുടെ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹകരമായി ഇതിലേക്ക് പുതിയ ദൈവദാസന്മാർ പ്രവേശിക്കത്തക്കവ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമ്മൾ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് ശുശ്രൂഷിക്കുമ്പോൾ ദൈവിക ശക്തി വ്യാപരിക്കപ്പെടുന്നത് കാണുവാൻ, ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുവാൻ, ദേശത്തിന് നടുവിൽ, സമൂഹത്തിന് നടുവിൽ, ജാതികളുടെ നടുവിൽ ദൈവമക്കളാരൊന്നും അല്ലാത്തവരാരും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, അത് നമുക്ക് മനസ്സിലാക്കി മറ്റുള്ളവർക്കും മാതൃകയായിരിക്കാൻ, അനേകർ ഇതിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസൻ രാജേഷ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആകാശം ഭൂമി ഉണ്ടാക്കിയ ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2024 വർഷം സെപ്റ്റംബർ മാസം 15 തീയതി കർത്താവേ ഞായറാഴ്ച ഈ സന്ധ്യാസമയത്ത് ഓർത്ത് ഞങ്ങൾ അങ്ങേ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളെല്ലാം കർത്താവ് നിങ്ങൾ അത്ഭുതമായി നടത്തിയത്, പ്രത്യേകമായി 9-ാം മാസത്തിൻ്റെ
കർത്താവെ സ്തോത്രം. ഈ 15-ാം തീയതി വരെ ഞങ്ങൾ ഉള്ളംകൈയിൽ കർത്താവ് വഹിച്ച് കർത്താവെ നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കർത്താവെ സഭായോഗമായി കൂടിയ ശേഷം കർത്താവ് ഒരാഴ്ച ഞങ്ങളുടെ ദൈവത്താവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം, ദാനങ്ങൾക്കായി സ്തുതിക്കുന്നു, സംരക്ഷണത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ പകലത്തെ ഞങ്ങളുടേതായ കർത്താവെ സഭകളിൽ കർത്താവെ സഭായോഗമായി കൂടാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. വീണ്ടും ബ്ലസ് മീഡിയയുടെ കർത്താവെ സന്ധ്യാസമയത്ത് നടത്തപ്പെടുന്ന ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ കർത്താവ് ചുരുക്കം ജനമായി ഞങ്ങളെ കർത്താവ് സഹായിക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർദാസൻ പറഞ്ഞ പോലെ കർത്താവെ സ്വതഹല്ലു നാം ഒരുമിച്ച് നാമത്തെ ഉയർത്തുക. അതേ ഈ സന്ധ്യാസമയം കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് 1 മണിക്കൂർ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, രക്ഷിതാവായ യേശു ക്രിസ്തു നാമത്തെ ഉയർത്തുവാൻ, സർവശക്തനായവൻ്റെ സകലത്തെയും അധികാരമായവൻ, സകലത്തിനെ അടിസ്ഥാനമിട്ടവൻ, സകലത്തിനും കാരണഭൂതനായവനെ കർത്താവെ ഒരുമിച്ച് ഏക ആത്മാവിൽ ഏക മനസ്സോടെ കർത്താവെ വിവിധ സ്ഥലങ്ങളായിരിക്കും ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകുന്ന എല്ലാ സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. സ്വതലിൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതേപ്പാ യവനക്കാരെ വാർദ്ധനയക്കുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കർത്തദാസന്മാരെല്ലാം കർത്താവ് അത്ഭുതമായി നടത്തിയല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങളുടെ രാജ്യത്തിനായി കർത്താവ് കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. വിവിധ ദൈവത്താവേ കാരണങ്ങളാൽ ജനങ്ങൾ കർത്താവ് ആകുലപ്പെട്ടിരിക്കുമ്പോൾ അസമാധാന അസ്വസ്ഥയൊക്കെ കർത്താവ് വ്യാപരിച്ച ഈ ദൈവ സാഹചര്യങ്ങളിൽ അനേക കർത്താവ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരായി, ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരായി, ഭാവിയെക്കുറിച്ച് ആശങ്കയിലും ഭാവി നഷ്ടപ്പെട്ടവരായി കർത്താവ് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രത്തോളം സ്വസ്ഥയും സമാധാനം കർത്താവ് കൽപ്പിച്ചാറ്റി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അനേക കർത്താവ് രോഗത്താൽ ഭാരപ്പെടുമ്പോൾ കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം സൗഖ്യം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവ് എല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം. പ്രത്യേകമായി ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന രാജ്യഭാഷക്കായി സ്തുതിക്കുന്നു. ഗ്രേസി ആൻറ്റിക്കായി സ്തോത്രം. കുടുംബമായവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് സന്തോഷ് കുടുംബത്തിനായി സ്തുതിക്കുന്നു. ബിനുഭാഷ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി കർത്താവേ സ്തോത്രം. വചന സൃഷ്ടിക്കായി ക്ഷണിക്കപ്പെട്ട അങ്ങനെ ദാസന കർത്താവേ ജിനീഷ് ചെറിയാനായി സ്തോത്രം ചെയ്യുന്ന കുടുംബത്തിനായി സ്തോത്രം. ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ അട്ടപ്പാടി സെൻറ്ററിൽ കർത്താവെ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാൻ ഞങ്ങളുടെ ആത്മാവ് തന്നെ സഹായിക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ചേരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് എല്ലാ ദൈവദാസന്മാരും ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന ഇന്ന് ദൈവസ്ഥലം കർത്താവെ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാക്കി വിടുതലാക്കി സന്തോഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം ജീവനും വചനമാണല്ലോ കർത്താവെ സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കുന്ന വചനം ഓരോ തമ്മിൽ സന്ധ്യാസമയം കൂടി ഞങ്ങൾ കാതുകൾക്ക് കേൾക്കുവാൻ നൽകുന്ന സൗഭാഗ്യത്തായി കൃപയ്ക്കതായി സ്തോത്രം ചെയ്യുന്ന അത് കേട്ട് ജീവൻ പ്രാപിപ്പാൻ ബലം പ്രാപിപ്പാൻ ഞങ്ങളുടെ തന്നെ ശോധന ചെയ്യുവാൻ കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോ കൂട്ടായ്മയും അങ്ങയുടെ നാമം മഹത്വം ആയിത്തീരുവാൻ ഞങ്ങൾ ആത്മീയ വർധനയ്ക്കും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഒരുക്കുവാൻ കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സന്ധ്യാസമയം ലോകമെമ്പാടും നടത്തപ്പെടുന്ന ആലയങ്ങളും ഭവനങ്ങളിലും കർത്താവ് TV ഇന്റർനെറ്റ് റേഡിയോ വഴിയായി നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളും അനുഗ്രഹിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥനായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചുവല്ലോ. ഇതിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവോടൊന്ന് സഹായിച്ചാട്ടെ. രാത്രി നടക്കുന്ന ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹകരമായി തീരും. വചന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹകരമായി തീരും. നമ്മോട് ഓരോരുത്തരോടും കർത്താവ് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിന് വേണ്ടി ക്രൂശിന്റെ മറവിൽ മറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവോട് ശുശ്രൂഷിക്കുവാൻ ദൈവദാസനെ ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ദൈവദാസനെ വഹിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയുടെ ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസൻ ജിനേഷിനെയാണ്. ജിനേഷിനെ കർത്താവിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്ലസ് മീഡിയയുടെ ഭാഗമായി ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ഈ ഞായറാഴ്ചയുടെ സന്ധ്യയിൽ ഒരു സഭ ആരാധന കൂടെ നമുക്ക് ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കഥാനദാസൻ മറ്റുള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. മറ്റുള്ളവരെ എനിക്ക് പരിചയമില്ല, അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയാത്തത്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ നിങ്ങളുമായി രാത്രിയിൽ ഒരു
കൂട്ടായ്മ ആചരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകുന്ന അവസരത്തിന് ഞാൻ നന്ദിയോടുകൂടെ ദൈവത്തിന്റെ മഹത്വം കരയറ്റുകയാണ്. പ്ലസ് മീഡിയയിൽ ഇതിനു മുമ്പും ചില പ്രാവശ്യങ്ങളിൽ തിരുവചനം സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങൾ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ചില ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സന്ദേശം നൽകണമെന്ന് പറയുകയും അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. തുടർന്നും ദൈവാത്മാവ് നമ്മൾ ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കേണ്ടതിന് ആ ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് തുണ നൽകേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മൾ എത്തിക്കാം. ഈ രാത്രി ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദിവസമായിരിക്കാം. രാത്രി ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്ലസ് മീഡിയ കൂടെ നടന്നു വരുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും മാഞ്ഞ ദൈവത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ പ്ലസ് മീഡിയയെ കുറിച്ച് കേൾക്കാനും പ്രവർത്തനങ്ങൾ കോവിഡിന്റെ സമയത്ത് തുടങ്ങിയതാണല്ലോ. അന്ന് മുതൽ ഇന്ന് വരെ സർവശക്തൻ ഈ പ്രവർത്തനങ്ങളെ നടത്തുന്നതും പിന്തുണയ്ക്കുന്നതും ഞാൻ ദൈവത്തിന്റെയാണ്. അനേക ദൈവദാസന്മാര് വന്ന് ദൈവവചനം അറിയിക്കുകയും സൂക്ഷിക്കുകയും അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളതുമായിരുന്നു. അനേക ദൈവദാസന്മാർക്ക് കൈത്താങ്ങലായും പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് പ്രചോദനമായും ഈ മീഡിയ ഇതിന്റെ പ്രവർത്തകരുടെ സംഘാടകരെ സ്തോത്രം ചൊല്ലുകയാണ്. സമയം തന്നെ എനിക്ക് ഉചിതമായ സമയം ഞാൻ ദൈവത്തിൽ വിജയിപ്പാൻ ശരണപ്പെടുകയാണ്. ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഇവിടെ ഞാൻ വായിക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ ജനം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് രാത്രിയിൽ നമ്മൾ ചിന്തയ്ക്കാധാരമായി വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് അനേക രോഗികളെ, അനേക വ്യാധിയിൽപ്പെട്ടവരെ ഒക്കെയും സൗഖ്യമാക്കിയതും സുഖപ്പെടുത്തിയതും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിലൊരു വിടുതൽ ശുശ്രൂഷ കർത്താവ് സൗഖ്യമാക്കിയ ഒരു കുഷ്ഠരോഗിയുടെ അനുഭവമാണല്ലോ ഇന്ന് രാത്രി നമ്മൾ വായിച്ച് കേൾക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ പെട്ടെന്ന് ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ മറ്റുള്ള രോഗസൗഖ്യങ്ങൾ കർത്താവ് സൗഖ്യമാക്കിയ വ്യക്തികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ടും അവരുടെ സംസാര രീതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഒരുപക്ഷെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് അനേക രോഗികളെ തന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. അനേക വ്യാധിക്കാരെ തന്നെ സമീപിച്ചിട്ടുണ്ട്. കർത്താവ് അവരെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും യേശുവിനെ അനുഗമിച്ച് അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കൽ സൗഖ്യം പ്രാപിക്കാൻ വന്ന രോഗികള് അവര് എന്നോട് കൃപയുണ്ടാകണമേ എന്ന് ചോദിച്ച്, സൗഖ്യമാക്കണമേ എന്നൊക്കെ ചോദിച്ച് അപേക്ഷിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ നമുക്ക് ചിലപ്പോൾ തോന്നുന്ന ഒരു വിരോധാഭാസമായിട്ട് എന്തുകൊണ്ടാണ് ഈ കുഷ്ഠരോഗി കർത്താവിനോട് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അതായത് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിന് വിപരീതമായിട്ടൊരു ചോദ്യമാണ്. അപ്പൊ നമുക്കും മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി തോന്നിപ്പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചത്, അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ചോദിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി വന്നൊരു വ്യക്തിയല്ലേ, സുഖം പ്രാപിക്കാൻ കർത്താവിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിച്ചു വന്നൊരു വ്യക്തി ചോദിക്കേണ്ട ഒരു രീതിയിലല്ലല്ലോ ചോദിച്ചതെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. പക്ഷെ നമുക്കറിയാം, കൃത്യമായി ചോദിച്ചത് ദാവീദ് പുത്ര എന്നോട് കൃപയുണ്ടാകണമേ എന്നൊക്കെ ചോദിച്ച് ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിലൊക്കെ കാണാൻ കഴിയുന്ന കാര്യം എല്ലാം വ്യത്യസ്തമായി കർത്താവ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒന്നിനോടൊന്ന് ഒരുപോലെ ഒരു കാര്യവും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. തന്റെ വിടുതൽ ശുശ്രൂഷയാണെങ്കിൽ, ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നതാണെങ്കിൽ, ഒരു വ്യക്തിയെ പിടിവിക്കുന്നതാണെങ്കിലൊക്കെ എല്ലാം വ്യത്യസ്തമായിട്ടാണ്. നമുക്കൊരു ആവർത്തന വിരസത ഒരിക്കലും കർത്താവിന്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല.
എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ശുശ്രൂഷയിലും നമുക്കൊരിക്കലും മുൻകൂട്ടി ഒന്നും എന്ത് ചെയ്യുക, മുൻകൂട്ടി നമ്മളൊന്നും മനസ്സിൽ പ്രീ പ്ലാൻ ചെയ്തു പോകുന്നതല്ല നമ്മുടെ ശുശ്രൂഷ അനുഭവം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ഇന്നതുപോലെ പ്രസംഗിക്കണം, ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ നമുക്ക് ആ രോഗിയെ സൗഖ്യമാക്കണം, അല്ലെങ്കിൽ ഇന്നതുപോലെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ നിയന്ത്രിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് പോകേണ്ട ആവശ്യമില്ലെന്ന് കർത്താവിന്റെ ശുശ്രൂഷ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ കർത്താവിനെ അനുകരിക്കുന്നവരാണ്, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, അവരുടെ ശിക്ഷഗണങ്ങളാണ്, അവരുടെ ശുശ്രൂഷകന്മാരാണ്. പക്ഷെ നമുക്ക് നേരത്തെ ഇന്ന രീതിയിൽ ഒന്നും ചെയ്യണമെന്നും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമ്മള് മനസ്സിനകത്ത് ആഗ്രഹിച്ചു കൊണ്ട് പോകേണ്ട ആവശ്യം. അതിലെല്ലാം അപ്പുറമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് അവസരങ്ങൾ അനുസരിച്ച് ഏത് സാഹചര്യത്തിലാണോ നാം നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ നമുക്ക് സംസാരിക്കേണ്ടത് എന്തെന്ന് നമ്മുടെ ഹൃദയത്തിൽ കൂടി നമ്മുടെ മനസ്സിൽ കൊടുത്ത് പരിശുദ്ധാത്മാവ് നൽകി തരുന്നവനാണ്. ഒരു സംശയം കൂടാതെ വേണം. കാരണം നമ്മൾ ആരുടെ വക്താവായിട്ട് നിൽക്കുന്നു, ആരുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവിന്റെ ശുശ്രൂഷയിൽ നമ്മളെ കാണിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിൽ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഏത് സമയത്തും ഏത് അവസരത്തിലും സാഹചര്യത്തിലും സംസാരിക്കേണ്ടതും പെരുമാറേണ്ടതും നമ്മുടെ വായി സംസാരിക്കേണ്ടത്, നമ്മുടെ നാവ് ചലിക്കേണ്ടത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഉത്തേജനം നൽകും, നമുക്ക് അതിനുള്ളൊരു കൃപ തരും. അതാണ് കർത്താവിന്റെ ശുശ്രൂഷയിൽ കൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുക. നമുക്കൊരിക്കലും നേരത്തെ മുൻകൂട്ടി ചെയ്ത അല്ലെങ്കിൽ ഇന്ന പോലെ കഴിഞ്ഞ ആവർത്തി ചെയ്തതുപോലെ ഈ ആവർത്തിയും ചെയ്യാമെന്ന് വിചാരിച്ച് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം എല്ലാ ശുശ്രൂഷയും, ഈവൻ വചന ശുശ്രൂഷയാണെങ്കിൽ തന്നെ കർത്താവിന്റെ വചനം സംസാരിക്കാൻ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ ശുശ്രൂഷിച്ച അതേ വചനമാണെങ്കിലും ഈ മാസത്തിൽ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പദങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, വരുന്നതായ എല്ലാ ആശയങ്ങളും വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രകാശനം നൽകി നമ്മളെ ബോധിപ്പിക്കുന്നതാണ്. അതാണ് കർത്താവിന്റെ ഈ ആത്മീയ ശുശ്രൂഷയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴെല്ലാം കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നപ്പോഴെല്ലാം വ്യത്യസ്തമായി ചെയ്യുക, ആവർത്തന വിരസത തോന്നാതെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുക. കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതോർത്ത് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയട്ടെ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ കാണാൻ കഴിയുന്നത് ഒത്തിരി പേരെ കർത്താവ് സൗഖ്യമാക്കി, ഒത്തിരി പേരെ കർത്താവ് പിടിവിച്ചു. പക്ഷേ എല്ലാം ഒന്നിനോടൊന്ന് വ്യത്യസ്തം. ഓരോ വിടുതലും ഓരോ സൗഖ്യങ്ങളും കർത്താവ് ചിലരെ തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്, ചിലരെ കർത്താവ് പറഞ്ഞ് സൗഖ്യമാക്കിയിട്ടുണ്ട്, ചിലരെ കർത്താവ് കാണാതെ തന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ മതി, ഒരു ദേശത്ത് സൗഖ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായി പല മേഖലയിൽ നമുക്ക് കർത്താവിന്റെ ശുശ്രൂഷ കാണാൻ കഴിയുന്നു. ഇതൊന്നും നമുക്ക് ഒരു വിരോധാഭാസമായിട്ടൊന്നും കാണാൻ, തിരുവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ചില പദങ്ങൾ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഒരു വിരോധാഭാസമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ തിരുവചനം ആഴമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതിനകത്ത് ഇന്ന കാരണം കൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ സങ്കീർത്തനത്തിനകത്തൊരു വാക്യം വായിക്കും ഇങ്ങനെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്, ആരെങ്കിലും കണ്ണുനീരോടെ വിതയ്ക്കുമോ? അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, അങ്ങനെ ആരും ചെയ്യാറില്ല. വിതയ്ക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവും, സന്തോഷത്തോടെയല്ലേ എല്ലാവരും വിതയ്ക്കാറുള്ളൂ. സന്തോഷമില്ലാത്തൊരു അവസ്ഥയല്ല വിതയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവര് വിതയ്ക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വിതയ്ക്കാറില്ല. അവരുടെ മനസ്സിനകത്തെ കരുതലും കണക്കൊണ്ട് സന്തോഷമാണ്. അടുത്ത വർഷം, അടുത്ത ആണ്ടിൽ ഞങ്ങൾ വിളവെടുക്കുന്നത് ആ ഒരു മനസ്സിനകത്തൊരു ധാരണയുണ്ട്. ചിലതൊക്കെ ഞങ്ങൾക്ക് ലഭിക്കും, ചിലതൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിയും എന്നൊക്കെ ഒരു പ്രത്യാശയോടെയും എല്ലാവരും, ആരും നിരാശയോടെ ഒരു കാര്യം ചെയ്യാറില്ല, വിതയ്ക്കാറില്ല, ഒരു കൃഷി കാര്യങ്ങൾ ഇറക്കാറില്ല. എല്ലാവരും വളരെ പ്രത്യാശയോടെയും താല്പര്യത്തോടെയും ഒക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ സങ്കീർത്തനത്തിനകത്ത് വായിക്കും കണ്ണുനീരോടെ വിധിക്കുന്ന കൂടെ കൂടി. പക്ഷെ അമ്പലത്തെ സാഹചര്യം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അന്ന് സാഹചര്യത്തിന് വിതയ്ക്കാൻ അവരുടെ കയ്യിൽ വിത്ത് മാത്രമേ ഉള്ളൂ. ഈ വിത്ത് വിതച്ച് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത ആണ്ടിൽ ഭക്ഷിപ്പാനുള്ളൂ. അതാണ് അവരുടെ വിഷപ്പത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. അടുത്ത ആണ്ടിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കണമെങ്കിൽ, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ, എന്തെങ്കിലും അവർക്ക് ലഭിക്കണമെങ്കിൽ ഇത് ഞങ്ങള് വിതച്ച് ഇത് വളർന്നു വന്ന് ഇത് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണം. ഒപ്പം തന്നെ അടുത്ത ആണ്ടിലേക്കുള്ള വിതയ്ക്കാനുള്ള വിത്തും ഇതിനകത്ത് ശേഖരിച്ചു വെക്കണം. അഥവാ ഇതിനകത്ത് ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ കിട്ടിയില്ലെങ്കിലും
ഇങ്ങനെയുള്ളത് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയത്തില്ല, അത് ഞങ്ങൾ അടുത്ത ആണ്ടിലേക്ക് ശേഖരിച്ചു വെക്കണം, കാരണം എല്ലാം ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി സംഘർഷാഭരിതമായ ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാണ് അവര് വിതയ്ക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ ഭാഗത്ത് അവരങ്ങനെ പറയുന്നത്, കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊഴിയും. അതിനകത്ത് ഒരു ആത്മീയ അർത്ഥം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓരോ വിത്ത്, കണ്ണുനീരിൽ കുതിർന്ന വിത്തുകൾ അത് തീർച്ചയായും അത്ഭുതത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന ഏതൊരു അനുഭവം ആകട്ടെ, ആത്മസമർപ്പണത്തോടെ ആത്മഭാരത്തോടെ അല്ലെങ്കിൽ കണ്ണുനീരിൽ കുതിർന്ന ഒരു വിത്താണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന വിഷയം തന്നെ കണ്ണുനീരിൽ കുതിർന്നതാണെങ്കിൽ അതിന് നിശ്ചയമായി ദൈവം മറുപടി തരും. അതിനാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. നമ്മൾ പരസ്യമായി പ്രാർത്ഥിച്ചു വിടുന്ന ഒരു വാചകമല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച ആത്മഭാരത്തോടെ, അതാണ് കണ്ണുനീരിൽ കുതിരുക എന്ന് പറയുന്നത്. കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങള് ചിലപ്പോൾ നമ്മുടെ കിടക്ക നനച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ അത്ര ആത്മഭാര വേദനയും സംഘർഷാഭരിതമായ സാഹചര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ദൈവം മറുപടി തരും. കാരണം അത് കണ്ണുനീരിൽ കുതിർന്ന ഒരു വിത്താണ്. ആ വിത്ത് ദൈവത്തിന് കാണാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വേറൊരു ഭാഗത്ത് പറയുന്നത്, നമ്മുടെ കണ്ണുനീർ തുള്ളികളൊക്കെ തുരുത്തിയിലാക്കി വെക്കുന്നത് ദൈവം, നമ്മുടെ കണ്ണുനീരൊക്കെ തുരുത്തിയിലാക്കി വെക്കുന്നത് ദൈവം. കാരണം അതൊന്നും നഷ്ടമായി പോകുന്ന ഒരു അവസ്ഥയല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുനീരിൽ കുതിർന്ന വിത്തുകളായി നമ്മുടെ പ്രാർത്ഥനകളൊക്കെ മാറാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ഫലിക്കുന്നതാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ദൈവത്തിന് അതിനെ മറക്കാനോ അതിനെ വ്യത്യസ്തമായി കാണാനോ ഒരിക്കലും കഴിയത്തില്ല. പക്ഷെ പലരും പല ഭാഗത്തും ഈ കണ്ണുനീരിൽ കുതിരാതെ വീഴുന്ന വിത്തുകളാണ് പലപ്പോഴും ഈ വിടുതലും അല്ലെങ്കിൽ മറുപടിയും സൗഖ്യങ്ങളൊന്നും കാണാതെ പോകുക. കാരണം അതിനകത്തൊരു ആത്മാർത്ഥതയില്ല. കണ്ണുനീരിൽ കുതിരുന്ന വിത്തല്ലാതെയായി മാറുകയാണ്, കൊന്ത് ചെയ്യുകയാണ്. അത് പ്രയോജനമില്ലാതായി പോകും, അത് വളരാൻ കഴിയാതെ വരും. കാരണം അതിനകത്ത് വീണാ വീഴട്ടെ, വളർന്നാ വളരട്ടെ, ലഭിച്ചാൽ ലഭിക്കട്ടെ, അവർക്ക് ലഭിക്കുകയാണ് ലഭിക്കട്ടെ, നമുക്ക് ലഭിക്കുകയാണ് ലഭിക്കുക. കാരണം അതിനകത്തൊരു 50-50 ചാൻസ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആത്മാർത്ഥതയോടെയാണ് വിതയ്ക്കുന്നത്. ഓരോ വിത്തിനകത്തും അവരെ കണ്ണുനീര് വീഴുകയും ആ വിത്ത് ഒരിക്കലും നയ്ക്കാതിരിക്കത്തില്ല. നമുക്കൊരിക്കലും ആ വിത്ത് ഒരിക്കലും 100 പേര് വിളയാതിരിക്കത്തില്ല. കാരണം കണ്ണുനീരിൽ കുതിർന്ന വിത്താണ്. നിലത്ത് വീഴുന്നതിന് മുൻപേ കണ്ണുനീര് ആ വിത്തിനകത്ത് വീണു. അതുകൊണ്ട് അടുത്ത ആണ്ടിൽ അവരുടെ കണ്ണുനീരിന്റെ ഫലം ആ കണ്ണുനീര് ആ വിത്തിനകത്ത് വീണിരിക്കുന്നത് കൊണ്ട് വീഴാനുള്ള കാരണം അകത്തുള്ള വേദനയാണ്. ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് ആ വിത്ത് ഇറക്കുന്നത്. ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് അവര് ആ വിത്ത് വിതയ്ക്കുന്നത്. കാരണം ഈ വിത്ത് നഷ്ടമാകരുത്. ഓരോ മണിയും ഓരോ വിത്തും ആ 100 അല്ലെങ്കിൽ 30, 60, 100 മേനിയായി നിങ്ങൾക്ക് അടുത്ത വർഷം വിളവെടുക്കാൻ സർവശക്തൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള കണ്ണുനീരാണ് ആ വിത്തിനകത്ത് വീഴുന്നത്. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് അതൊരു വിരോധാഭാസമായി തോന്നുമെങ്കിലും കേൾക്കുന്നവർക്ക് അതൊരു എന്തൊരു ആശയമാണ്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് തോന്നുമെങ്കിലും ഇസ്രായേലിന്റെ ഹൃദയത്തിനകത്തും മനസ്സിനകത്തും ഓടിക്കൊണ്ടിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ വിത്ത് 100 മേനിനകത്ത് വിളവ് തരാം. അതിന് സർവശക്തനോട് പ്രാർത്ഥിച്ച് മനമുരുകി പ്രാർത്ഥിച്ച് അവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുനീര്, ആത്മാർത്ഥതയുള്ള കണ്ണുനീര് ആ വിത്തിനകത്ത് വീണ് അത് നിലത്ത് വീണ് അത് ചത്ത് അല്ലെങ്കിൽ അത് വളർന്ന് അത് 100 മേനിയായി അവരുടെ ജീവിതത്തിനകത്ത് നന്മ കൊയ്യുക തന്നെ ചെയ്യും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ താൻ ഗത്സമനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. തന്റെ വിയർപ്പ് തുള്ളികൾ പോലും രക്തത്തുള്ളികളായി നിലത്ത് വീണു എന്ന്. കാരണം അതിന്റെ ആത്മാർത്ഥതയാണ്. ആ വേദനയും അപ്രയാസവും അതിന്റെ ആ ഒരു ഏറ്റവും അതിന്റെ അറ്റത്ത് എത്തിക്ക് നിൽക്കുന്ന ഒരു ഭാവമാണ് നമുക്ക് കർത്താവിനെ കുറിച്ച് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്ത് വീഴാനാണ്. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥതയെ കുറിച്ചാണ്, കണ്ണീരിൽ കുതിർന്ന വിത്തുകളെ കുറിച്ചാണ്. പലപ്പോഴും നമുക്കത് തോന്നും ഒരു വിരോധാഭാസമായ ഒരു കാര്യം പോലെ തോന്നുന്നല്ലോ എന്ന്. പക്ഷെ അതൊരു വിരോധാഭാസമല്ല. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഓരോ വചനങ്ങളും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതിനകത്ത് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി വലുതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെ തന്നെയാണ്. കർത്താവിനോട് ഈ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താ ഇങ്ങനെ ചോദിക്കട്ടെ? ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ള കർത്താവ് തിരിച്ചെന്തായിരിക്കും വിചാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കാം. മനുഷ്യൻ ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല.
വരിക. പക്ഷെ നമ്മുടെ കർത്താവിന്റെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്നവർ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരിക്കാൻ ഇടയായത്? മാനുഷിക നിലയിൽ നമ്മൾ ചോദിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യും, എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് ആ വ്യക്തി പൊട്ടിത്തെറിച്ചു, എന്തുകൊണ്ട് ആ വ്യക്തി പ്രകോപിതനായി, എന്തുകൊണ്ട് ആ വ്യക്തി ആ സമയത്ത് ദേഷ്യപ്പെട്ടു. പുറമേക്കാർക്കൊന്നും അറിയുന്നില്ല, അവര് ദേഷ്യപ്പെട്ടു എന്ന് പറയും, അവൻ അങ്ങനെ ചോദിച്ചെന്ന് പറയും, അവൻ അങ്ങനെ ഇടപെട്ടെന്ന് പറയും. പക്ഷെ നമ്മുടെ കർത്താവ് ഇടപെടാനുള്ള കാരണത്തെ ആരായുന്നവൻ. എന്തുകൊണ്ടാണ് സുനിൽ പാസ്റ്റർ അങ്ങനെ സംസാരിച്ചത്? എന്തുകൊണ്ടാണ് ബിനുമോൻ പാസ്റ്റർ ആ സമയത്ത് അങ്ങനെ കരഞ്ഞത്? എന്തുകൊണ്ടാണ് സനോജ് പാസ്റ്റർ ആ സമയത്ത് അങ്ങനെ പ്രതികരിച്ചത്? മാനുഷിക നിലയിൽ നമ്മൾ നോക്കുന്നത് മാത്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ പൊട്ടിത്തെറിച്ചു, എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു, എന്തുകൊണ്ട് അവർ ആ സമയത്ത് അങ്ങനെ ചിരിച്ചു? കാരണം എന്തെന്ന് പുറമേക്കാർക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവ്, നമ്മുടെ രാജാതി രാജാവും നമ്മുടെ കർത്താതി കർത്താവും അവന് അറിയാം എന്തുകൊണ്ടാണ് നീ അങ്ങനെ സംസാരിച്ചത്, എന്തുകൊണ്ടാണ് നാം കരഞ്ഞത്, എന്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ മുഖം താഴ്ത്തിയത്, എന്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ അലമുറയിട്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ആരും ചോദിക്കാത്തൊരു ചോദ്യം അങ്ങനെ ചോദിക്കാനുള്ള കാരണം അത് നമ്മുടെ കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കിയത്. എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ട് എന്ന് കർത്താവ് ആ വ്യക്തിയോട് പറയാനുള്ള കാരണം അതാണ്. നമുക്കറിയാം, തിരുവചനത്തെ വായിക്കും നമ്മൾ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞ് നിർത്തുമായിരിക്കാം. പക്ഷെ കർത്താവിന് മനസ്സിലായി കുഷ്ഠരോഗം എന്ന് പറയുന്ന ചെറിയൊരു സംഭവമല്ല. എത്ര നാളുകൊണ്ട് കുഷ്ഠരോഗിയായി ജീവിക്കുന്നു, അവന് വീട്ടിൽ കയറാൻ പറ്റത്തില്ല, അവന് ആലയത്തിൽ പോകാൻ പറ്റത്തില്ല, അവന് അവന്റെ കൂട്ടുകാരുമായി സമ്പർക്കം പുലർത്താൻ പറ്റത്തില്ല, അവന്റെ നാട്ടിൽ നിന്നവ മാറി പാളയത്തിന് പുറത്ത് അല്ലേ ഒരു രീതിയിലും മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്താൻ കഴിയാതെ വീട്ടിൽ ആഹാരം കഴിച്ചിരുന്ന ഒരു നാൾ അവനുണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരുമായി കളിച്ച് വളർന്ന് നടന്ന ഇടപഴകി നടന്ന ഒരു സമയം അവനുണ്ടായിരുന്നു. അവൻ അപ്പനോടും അമ്മയോടും കൂടെ ഇരുന്ന് അവൻ ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ അവന്റെ ഭാര്യ ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ദിവസം അവൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ശാപം പോലെ തന്റെ ജീവിതത്തിൽ വന്ന ഈ രോഗം അവനെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയേണ്ടതായ സാഹചര്യം. ശരിക്കും അവനെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകുന്ന നമ്മൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കുക. അവർ ഫ്രസ്ട്രേഷൻ ആകുന്നത് ഒരു നമുക്കറിയാം, നമ്മുടെ സമീപത്തൊക്കെ ഒത്തിരി പേരിങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ട്, ചില സാഹചര്യങ്ങൾ കൊണ്ട്, അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ കൊണ്ട് ഇല്ലേ. കഴിഞ്ഞ ദിവസം നമ്മള് പത്രമാധ്യമങ്ങളിൽ കൂടെ കാണുകയും കേൾക്കുകയും ചെയ്തൊരു കാര്യം, വയനാട്ടിൽ ഒരു പെൺകുട്ടി, അവരുടെ വീട്ടിൽ എല്ലാവരും ആ പ്രളയത്തിൽ മരിച്ചുപോയി, എല്ലാവരും മരിച്ചുപോയി. ആ ഒരു ഒരു പെൺകുട്ടി മാത്രം വീട്ടിൽ രക്ഷപ്പെട്ടു, അവൾ പുറത്ത് പഠിക്കാൻ പോയത് കൊണ്ട്. പക്ഷേ അങ്ങനെ അവൾ വിവാഹം നിശ്ചയം വെച്ചിരുന്ന തന്റേതായ ആ മകൻ, ആ സഹോദരൻ, തനിക്ക് ആ പെൺകുട്ടി ഉപേക്ഷിക്കാൻ മനസ്സായില്ല. സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടല്ലോ, ബന്ധുക്കരും അവരെയും അമ്മായിപ്പനും അമ്മായും എല്ലാം മരിച്ചു, ഉപേക്ഷിക്കാൻ മനസ്സായില്ല. ഞാൻ അവളെ സ്വീകരിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് വന്നതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കാണാനിടയായി, കേൾക്കാനിടയായി, അവർ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന വാഹന അപകടത്തിൽപ്പെട്ട് രണ്ടുപേർക്കും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് അവര് പോകുവാനിടയായി. എന്നാൽ ആ മനുഷ്യൻ, ആ സഹോദരൻ ലോകത്ത് നിന്ന് വിടുന്നു. എത്ര പ്രയാസകരമായ. ഇപ്പോ ആ സഹോദരിയോടൊരു കാര്യം നമ്മൾ ചോദിച്ചാൽ ചിലപ്പോ ആ സഹോദരി പൊട്ടിത്തെറിക്കും, ആ സഹോദരി പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആകും, വയലന്റ് ആകും. എന്താ സംസാരിക്കുന്നതെന്ന് അവർക്ക് തന്നെ ഒരു സുബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോ അനുഭവങ്ങൾ കൊണ്ടാണ് അവരങ്ങനെ
പാർക്കാൻ പറ്റത്തില്ല. ഞങ്ങളിപ്പോ താമസിക്കുന്നത് ഗുഹകളിലാണ്, മലയോരങ്ങളിലാണ്. ശത്രുക്കളെ പേടിച്ച് ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോ കർത്താവ് നിന്നോട് കൂടെയുള്ള, ദൈവം നിന്നോട് കൂടെയുള്ള, നീ ഒരു പരാക്രമശാലിയാന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യന് അംഗീകരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തിരിച്ച് ചോദിച്ച് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞൊരു സാഹചര്യങ്ങൾ, ഓരോ സാഹചര്യങ്ങളാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വിശ്വാസി കോളത്തില്, ശുശ്രൂഷക ഗണത്തിലൊക്കെയും ഇങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളുണ്ട്. കാരണം എന്താ? അവരെല്ലാം ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ആ ദൈവദാസൻ അല്ലെങ്കിൽ ആ കുടുംബം നമ്മളുമായിട്ട് സഹകരിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ അധികമായി സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മളുമായി ഒരു മിങ്കിൾ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അവർ ആരാധനകൾ എല്ലാവർക്കും കൈ കൊടുത്ത് പെട്ടെന്ന് പോകുന്നത്? അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല പലതിലും നിൽക്കാം. നമ്മൾ സന്തോഷിക്കുന്ന ഓരോ സന്തോഷത്തിനോടൊപ്പം അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം അകത്ത് ചിലതൊക്കെ ഉള്ളത് കൊണ്ടാണ്. അത് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. നമ്മൾ പുറമെ നോക്കി അവരെ കുറ്റപ്പെടുത്തും. എന്നാലും അവരങ്ങനെ പോയാലും, എന്നാലും അവരങ്ങനെ സംസാരിച്ചു, എന്നാലും അവർ സഹകരിക്കുന്നില്ലല്ലോ. നമുക്കത് അങ്ങനെ അനുഭവം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പലപ്പോഴും പലയിടത്തും ഇരിക്കാൻ നമുക്ക് തോന്നാറില്ല, പലരോട് സംസാരിക്കാൻ നമുക്ക് തോന്നാറില്ല, പലരുമായി ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നാറില്ല. കാരണം എന്താ? നമ്മുടെ അകത്ത് വേറെ നീറുന്ന പല വിഷമങ്ങളും ഉള്ളത് കൊണ്ടാണ് നമുക്കതിന് കഴിയാത്തത്. പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള നീറുന്ന വിഷമങ്ങള്, പ്രയാസങ്ങള്, ദുഃഖങ്ങള് ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരോടൊപ്പം ഇരിക്കാൻ, അവര് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ഒന്നും നമുക്ക് തോന്നാതിരിക്കുന്നത്. കാരണം അകത്ത് ചില വിഷയങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടുണ്ട്, ചില ഭാരങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്, ചില വേദനകൾ നമ്മളെ ഭരിക്കുന്നുണ്ട്, ചില അനാഥത്വം നമ്മളെ തേടുന്നുണ്ട്, ചില പ്രയാസങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. ചില ദിവസങ്ങളായി, ചില മാസങ്ങളായി, ചില വർഷങ്ങളായി ഞങ്ങളെ വ്യാപരിക്കുന്ന, ഞങ്ങളെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ദൈവദാസനെ ഞങ്ങൾ മാറി നിൽക്കുന്നത്. അല്ലാണ്ട് വേറെ ഞങ്ങൾക്ക് ആരോടൊരു പരിഭവം. ഇവിടെ ഈ മനുഷ്യനും കർത്താവിനോട് അങ്ങനെ ചോദിക്കാനുള്ള കാരണം അത് തന്നെയാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. അവന്റെ അവസ്ഥ അറിഞ്ഞ്, അവന്റെ പ്രയാസം, അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പെന്നവണ്ണം കർത്താവിന്റെ അടുക്കൽ വന്നിട്ട്, നിനക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ എന്നൊരു ചോദ്യം, നിനക്ക് മനസ്സുണ്ട് എന്നെ ഒന്ന് സുഖപ്പെടുത്താമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കർത്താവ് തന്നോട് ചോദിക്കും. കർത്താവിനോട് മനുഷ്യൻ ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആർക്കും എന്നോട് മനസ്സില്ല, ആർക്കും എന്നെ ചേർത്ത് നിർത്താൻ കഴിയത്തില്ല. എന്റെ സാഹചര്യം, എന്റെ രോഗം അതായതുകൊണ്ട് ആർക്കും എന്നോട് മനസ്സിലിവ് കാണിക്കാൻ തോന്നത്തില്ല, ആർക്കും എന്നെ കൂടെ നിർത്താൻ കഴിയത്തില്ല. അപ്പൊ അങ്ങനെ പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ നിന്ന് ഒറ്റപ്പെടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ തന്നെ ശപിച്ച്, ഞാൻ എങ്ങനെ ജീവിക്കേണ്ട ഒരു മനുഷ്യനായി മാറിയല്ലോ എന്ന് ഹൃദയത്തിനകത്ത് തോന്നി ഇങ്ങനെ ചിന്തിച്ച് നടക്കുമ്പോഴാണ് കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്. ചോദിക്കാനുള്ള കാരണം അത് തന്നെയാണ്. മടുത്തു, ജീവിതം മടുത്തു, ഇനി ജീവിക്കണമോ എന്ന പോലെ ഒരു ചിന്ത ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അവസാനത്തെ ഒരു കയ്യെന്നവണ്ണം കർത്താവിന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ, നിനക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ, നിനക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാമോ എന്ന് ചോദിക്കും. നമ്മുടെ കർത്താവിന് മനസ്സുണ്ടെന്ന് അവനോട് പറയുക. നിന്റെ അവസ്ഥ എനിക്കറിയാം, നിന്റെ ഒറ്റപ്പെടൽ എനിക്കറിയാം, നിന്റെ വേദന എനിക്കറിയാം, നിനക്ക് ഭവനത്തിൽ പോകണമെന്ന് എനിക്കറിയാം, നിനക്ക് എല്ലാവരോടും കൂടി ഇരിക്കണം എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ നീ സംസാരിക്കാൻ ഇടപെടുന്നതൊക്കെ, എപ്പോഴും നീ തന്നെത്താനെ സംസാരിക്കുന്നതൊക്കെ അറിയാവുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ആ കർത്താവിന്റെ സന്നിധിയിലായി ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം. നമ്മളെ കാണുന്ന ഒരു ദൈവം, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം, ആര് നമ്മുടെ ഹൃദയവേദന കണ്ടി, നമ്മൾ എന്തിനാണ് അങ്ങനെ ചോദിച്ചത്, നമ്മൾ എന്തിനാണ് അങ്ങനെ നിന്നത്, നമ്മൾ എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്, അങ്ങനെ നമ്മൾ എന്തിനാണ് ആ സമയത്ത് അങ്ങനെ പൊട്ടിത്തെറിച്ചതെന്നൊക്കെയും ആരും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവസന്നിധിയിലാണ് ഇന്ന് രാത്രി നാം വന്നിരിക്കുന്നത്. അവന്റെ പാദപീഠത്തിൽ നമുക്ക് ചോദിക്കാം, അവന്റെ പാദപീഠത്തിൽ നമുക്ക് പൊട്ടിത്തെറിക്കാം, അവന്റെ പാദപീഠത്തിൽ നമ്മുടെ ഹൃദയഭാരങ്ങൾ ഇറക്കി വയ്ക്കാം, അവന്റെ സന്നിധിയിൽ നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാം. കർത്താവേ, എന്തുകൊണ്ടാണ് നിനക്ക് എന്നോട് മനസ്സരിവുണ്ടോ എന്ന് പോലും നമുക്ക് ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരിടം എന്ന് പറയുന്നത് കർത്താവിന്റെ സന്നിധിയിൽ. മൊഴി മനുഷ്യൻ അങ്ങനെ ചോദിച്ചപ്പോ കർത്താവ് തിരിച്ചു പറഞ്ഞു, എനിക്ക് മനസ്സ്. നമ്മൾ വേറൊരു ഭാഗത്ത് കാണുന്നുണ്ടല്ലോ,
പലക്കറ്റയുടെ എന്തെങ്കിലും ഒരു ഉത്സവമായിരിക്കും, അല്ലെങ്കിൽ പാപപരിഹാരത്തിന്റെ എന്തെങ്കിലും ഒരു യാഗത്തിന്റെ എന്തെങ്കിലും ഒരു പെരുന്നാൾ പോലെ. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് 7 പ്രധാനപ്പെട്ട പെരുന്നാളുണ്ടല്ലോ അവർക്ക് ആഘോഷിക്കാൻ, അവർക്ക് സന്തോഷിക്കാനും അവർക്ക് ഉല്ലസിക്കാനും ഒക്കെ ദൈവം കൊടുത്തിരിക്കുന്ന ചില പെരുന്നാളുകളാണ്. കാരണം അവര് മറ്റുള്ള ജാതികളെ പോലെ വിഗ്രഹങ്ങളെ സേവിച്ചു അങ്ങനെയുള്ള ഉത്സവങ്ങളൊന്നും ആചരിക്കരുതെന്ന് ദൈവത്തിന് ദൈവത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് കർത്താവ് തന്നെ അവർക്ക് നിയമിച്ചു കൊടുത്ത 7 ഉത്സവങ്ങൾ അത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. പെസഹ എന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് ഈ പെസഹ എന്നൊക്കെ പറയുന്നത്. പെസഹ പെരുന്നാളൊക്കെ അവർ ആചരിക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ അവർ താണ്ടി വരും. ഒരു മടിയില്ല, കാരണം അവർക്ക് അവരുടെ ഒരു അഭിലാഷമാണ് ഈ പെസഹയൊക്കെ ആചരിക്കുക. അപ്പൊ മറ്റുള്ള ജാതികളെ പോലെ അവരായി തീരാതിരിക്കാൻ കർത്താവ് അവർക്ക് നിയമിച്ചു കൊടുത്തിരിക്കുന്ന ഉത്സവങ്ങളാണ് ഈ നമുക്ക് 7 ഉത്സവങ്ങൾ പ്രധാനമായിട്ട് കാണാൻ കഴിയും. അങ്ങനെയാണല്ലോ നമ്മള് കുറേക്കാരനായിരിക്കുന്ന ശീമോനെയൊക്കെ നമ്മൾ കാണും. യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ വേണ്ടി നിയോഗിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന ആ മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 1500 പണ്ഡിതന്മാർ പറഞ്ഞ 1500 കിലോമീറ്റർ ഈ ആഫ്രിക്കയിലുള്ള ലിബിയ എന്ന സ്ഥലത്ത് 1500 കിലോമീറ്റർ ദൂരമുണ്ട് യെരുശലേമിലേക്ക്. അത്രയും ദൂരം താണ്ടിയ ഈ മനുഷ്യൻ തന്നെ ഒരു അഭിലാഷം നടത്താൻ വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി വരുന്നത് പെസഹ ആചരിക്കുകയാണ്. അത്ര ത്യാഗം ചെയ്തത്. എനിക്ക് ഇവിടെ പലസ്തീനാട് എന്ന് പറയുന്ന അന്ന് ഒരു കുടിയേറ്റ പ്രദേശമാണല്ലോ. അപ്പോൾ അവിടെ ആളുകൾ വന്ന് താമസിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ തനിക്ക് ഇവിടെയും വയലുണ്ട്. വയലിൽ നിന്ന് വരുന്ന കുറേക്കാരൻ ശിവനെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ തനിക്ക് ഇവിടെയും വയലുണ്ട്, ഞാൻ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അത്രയും ത്യാഗം ചെയ്ത് ഇവൻ സമുദ്ര മാർഗത്തിൽ കൂടെ തന്നെ സഞ്ചരിച്ചു പോകുന്ന 1500 മൈൽ അല്ലെങ്കിൽ കിലോമീറ്റർ താണ്ടി വന്നതാണ് ഈ പെസഹ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാധനം ഇസ്രായേൽ ജനങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങളാണ് അവരുടെ ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും അവർ ഒഴിവാക്കത്തില്ല. അങ്ങനെ ഒരു ഉത്സവം നടക്കുമ്പോൾ, ഏത് ഉത്സവമാണ് തിരുവനന്തപുരത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഉത്സവം നടക്കുന്നുണ്ട് യെരുശലേമില്. ആ സമയത്ത് കർത്താവ് ഈ ഉത്സവത്തെയൊക്കെ അവഗണിച്ചിട്ട് വേറെ ഒരു മനുഷ്യനെ തേടി ഈ യെരുശലേമിൽ നിന്ന് 5 മൈൽ ദൂരെയുള്ള പ്രദേശത്തുള്ള കരയിൽ വന്നു. ഒരു മനുഷ്യനോട് ചോദിക്കുക, നിനക്കും മനസ്സുണ്ടോ സൗഖ്യമാണ്? നോക്കണം, അപ്പുറത്ത് വളരെ ആർപ്പുവിളിയും സന്തോഷത്തിന്റെയും ഒക്കെ നിമിഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തിനകത്ത് ഉത്സവം നടക്കുക, അവിടെ മഹാസന്തോഷം നടക്കുകയാണ്. ജനങ്ങളെല്ലാം അവിടെ ആർപ്പ് വിളിക്കുന്നു. സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ അവിടുന്ന് ഒരു 5 മൈൽ ഇപ്പുറത്ത് മാറി മുറവിളിയായും വേദനയുടെ ഞരക്കമായും ദുഃഖമായും തീർന്നിരിക്കുന്ന ഒരുപറ്റം ജനങ്ങൾ, നാനാവ്യാധിക്കാര് കിടക്കുന്ന ഒരിടത്തേക്ക് കർത്താവ് തന്റെ ഉത്സവം യെരുശലേമിൽ നിന്ന് താൻ അവിടുന്ന് 5 മൈൽ ദൂരെയുള്ള ബെഥെസ്ദ കുളക്കരയിലേക്ക് തന്റെ ഉത്സവത്തെ മാറ്റി. കർത്താവ് അവിടെ വന്ന് ഈ മനുഷ്യനോട് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? മനുഷ്യൻ തന്റെ ഉപാധികളും തന്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. കർത്താവിന് മനസ്സിലായി ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയാണെന്ന് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാം. കർത്താവ് ജനിക്കുന്നതിന് മുൻപേ ഈ മനുഷ്യൻ രോഗിയാണ്. 38 വർഷം, കർത്താവ് 38 വർഷമേ ഈ ഭൂമിയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഈ മനുഷ്യൻ രോഗിയാണ്. ഈ മനുഷ്യൻ സ്വർഗത്തിലെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിൽ ഒരു നോട്ടപ്പുള്ളിയാണ് ഈ ബെഥെസ്ദ കുളക്കരയിലെ അന്തേവാസിയായ മനുഷ്യൻ. അപ്പൊ നേരത്തെ ദൈവത്തിന് ഈ മനുഷ്യനെ കുറിച്ച് ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ച് കർത്താവിന് അറിയാമായിരുന്നു. ദൈവത്തിന് ആ മനുഷ്യനെ തൊടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവിടുത്തെ ഉത്സവത്തെ മാറ്റിയിട്ട് ദുഃഖം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? ആ മനുഷ്യൻ തന്റെ അവസ്ഥകളെ പറയുമ്പോൾ കർത്താവ് അവനെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പറഞ്ഞതിന്റെ സാധനം ഇവിടെ ഈ മനുഷ്യൻ ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ എന്നെ സൗഖ്യമാക്കി? കർത്താവ് മനുഷ്യനെ സൗഖ്യമാക്കി. കർത്താവ് മനുഷ്യന്റെ കുഷ്ഠത്തെ സുഖപ്പെടുത്തി. ആ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മനസ്സിലാക്കി. അവൻ അനുഭവിക്കുന്ന എല്ലാ ഫ്രസ്ട്രേഷനും, മാനസിക വേദനകൾ, തിരസ്കരണങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞ് അവൻ ചോദിക്കാനുള്ള കാരണം ഇതാണെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് അവനെ അവഗണിക്കാതെ അവനെ ശുദ്ധനാക്കിയിട്ട് അവനോട് പറഞ്ഞു, ഈ പുരോഹിതനെ കൊണ്ട്, മോശയുടെ പ്രമാണം അനുസരിച്ചുള്ള പുരോഹിതനെ കൊണ്ട് നിന്നെ തന്നെ കാണിക്കാൻ പറഞ്ഞ് ആ മനുഷ്യനെ പറഞ്ഞയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ കർത്താവ് ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായിട്ട്. ഒരുപക്ഷെ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് കർത്താവിനോട് ആ വ്യക്തി ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നുമായിരിക്കാം. പക്ഷെ അവിടേക്ക് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ, വേദനകളെ അറിയുന്നവൻ, എന്തുകൊണ്ട്
സംസാരിച്ചു, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആ സമയത്ത് പ്രവർത്തിച്ചു എന്നൊക്കെ നന്നായി അറിയുന്നത് മനുഷ്യൻ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ കർത്താവ് നമ്മളെ അറിയുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്. അവന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. അവിടെ വ്യത്യസ്തമായ ഒരു വിടുതൽ ശുശ്രൂഷ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് പോകുന്ന സമയത്ത് ജന്മനാ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് കുറിച്ച് പല ചിന്താഗതികളുള്ള അന്നത്തെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ശിഷ്യന്മാര് പോലും ചോദിച്ചു, ഈ മനുഷ്യൻ ഇങ്ങനെ ജന്മനാ കുരുടനായി തീരാൻ എന്താണ് ഇവന്റെ അമ്മ അപ്പന്മാരോ ആരെങ്കിലും ചെയ്ത പാപനിമിത്തമാണോ എന്ന് ചോദിക്കും. പക്ഷേ ആ സമയത്തും കർത്താവ് പറയുന്നൊരു കാര്യം, ഇതൊന്നും അല്ല, ദൈവപ്രവൃത്തി അവനെ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ജനിച്ചത്. ഇവൻ കാഴ്ചയില്ലാത്തവനായി, ഇവൻ കുരുടനായി ജനിക്കാനുള്ള കാരണം ഇവന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ്, അല്ലാതെ മറ്റൊരു കാരണത്തിനല്ല. നമ്മളെവിടെ ചിന്തിപ്പിക്കുന്ന വ്യത്യസ്തമായ കർത്താവ് അവിടെ ചെയ്യുന്നൊരു കാര്യം ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതാണ്. എങ്ങനെയാ സുഖപ്പെടുത്തുന്നത്? തൊട്ട് സുഖപ്പെടുത്തുകയല്ല, അല്ലെങ്കിൽ സൗഖ്യമാകട്ടെ എന്ന് പറയുകയല്ല. ആ മനുഷ്യനോട് കാണിക്കുന്ന ഒരു കാര്യം, യേശു മുട്ടുകുത്തി നിലത്ത് തുപ്പി യേശു ചേറുണ്ടാക്കി ഈ മനുഷ്യന്റെ കണ്ണിൽ പുരട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ശീലവാങ്കുളത്തിൽ പോയി കഴുകുകയായിരുന്നു. വ്യത്യസ്തമായ ഒരു കാര്യം. നമ്മൾ വിചാരിക്കുമ്പോൾ ഈ തുപ്പുക, ഒരു മനുഷ്യന്റെ മുഖത്ത് തുപ്പുക, തുപ്പല് പറ്റിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു അവഹേളനം തന്നെയാണ്. മനുഷ്യ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, ശരി, ആരും അങ്ങനെ ചെയ്യാറില്ല. ശരിക്കും ഒരു അവഹേളനമാണ്, തിരസ്കരണമായിട്ട് നമുക്ക് തോന്നും. ഒരാളുടെ മുഖത്താരും തുപ്പാറില്ല, തുപ്പല് പറ്റിക്കാറില്ല. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിൽ തന്നെ, അഥവാ നമ്മളൊന്ന് വേറെ രീതിയിൽ തുപ്പുകയൊന്ന് ചെയ്യണേ, ഇത്തിരി തുപ്പലെങ്ങനെ ആരെങ്കിലും വേഗത്ത് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡൗല് കൊണ്ട് നമ്മൾ സോറി പറഞ്ഞ് തുടച്ചു കൊടുക്കും. കാരണം അതൊരു പ്രത്യേക അങ്ങനെ ഒരു നല്ലൊരു കാര്യമല്ല എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ കർത്താവ് ചെയ്തത് നമുക്ക് വിചാരിക്കും, എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ചെയ്ത്, എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചു? ഈ തുപ്പല് ഒരു വെള്ളം തൊട്ടിട്ട് ചേറുണ്ടാക്കി ആ മനുഷ്യന്റെ കണ്ണിൽ പുരട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും. പക്ഷെ ഇത് അതിലൊക്കെ വ്യത്യസ്തമായി. സമയം തീരുന്നു, ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഈ സയന്റിഫിക് ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ തുപ്പൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് തുപ്പൽ എന്ന് പറയുന്നത്, തുപ്പല് ഒരു മനുഷ്യന്റെ എന്താ പറയുക, ഒരു മനുഷ്യന്റെ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞ് അവന്റേതാണെന്ന് തെളിയിക്കണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തണം, അല്ലെ? DNA ടെസ്റ്റ് ഉണ്ട്. ആർക്ക് വന്നൊന്നും അത് കോടതി വരെ അംഗീകരിച്ചിരിക്കുന്ന ഒരു നിയമപരമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ് DNA ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ DNA ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് ഇന്ന കുഞ്ഞ് ഇന്നയാളുടെയാണ്, ഇന്നയാള് ഈ കുഞ്ഞുമായിട്ട് ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഓരോ DNA ടെസ്റ്റിലാണ്. അല്ലെങ്കിൽ അവരുടെ ഡെത്ത് ബന്ധങ്ങളെ തിരിച്ചറിയുന്നത് DNA ടെസ്റ്റ് നടത്തിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ ശാസ്ത്രം പഠിപ്പിക്കുന്നു, സയൻസ് പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ സലൈവ, നമ്മുടെ തുപ്പലിനകത്ത് DNA അടങ്ങിയിട്ടുണ്ട്. കോടതി പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തുപ്പലിനകത്ത് DNA അടങ്ങിയിട്ടുണ്ട്. ആ തുപ്പല് പരിശോധിച്ചാൽ അറിയാം, ആ വ്യക്തിയുടെ, ഈ വ്യക്തിയുമായിട്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, രക്തബന്ധമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും DNA സംബന്ധമായ കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവന്റെ ചെയ്തികൾ ഇവരിൽ വരും, ഇവന്റെ സ്വഭാവം ഇതിനകത്ത് വരും, ഇവന്റെ എന്തെങ്കിലും പ്രകൃതം എന്ത് ചെയ്യുക, ഈ വ്യക്തി DNA ടെസ്റ്റ്, ഇവരുടെ DNA തമ്മിൽ ഒന്നാണ്, ഈ DNA തമ്മിൽ ഒന്നാണ്, അല്ലെങ്കിൽ എന്റെ DNA എന്റെ മകന്റെ DNA ഒന്ന്. അങ്ങനെ പ്രകൃതം, സ്വഭാവ രീതികൾ, ചെയ്തികൾ, സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ എല്ലാം അതേ രീതിയിൽ വരും. അപ്പൊ നമ്മുടെ കർത്താവ് ആ മനുഷ്യനെ തന്റെ തുപ്പല് കൊണ്ട് ചേർന്നുണ്ടാക്കി തന്റെ കണ്ണിൽ പുരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര ഭാഗ്യവാനായ ഒരു മനുഷ്യനാണ്. അതൊരു അവഹേളനമല്ല, മനുഷ്യനെ അവഹേളിച്ചതല്ല കർത്താവ്, മനുഷ്യനെ സ്നേഹിച്ചതാണ്. അവന്റെ കണ്ണ് എന്റെ കണ്ണാണ്, അവന് ഞാൻ കൊടുത്ത കണ്ണാണ്, എന്റെ DNA ആണ് അവന്റെ ശരീരത്തിനകത്തോടുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്, അവന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചു ദൈവജനമായി ഇന്ന് രാത്രി ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലിരിപ്പാൻ സർവശക്തൻ നമ്മളെ സഹായിച്ചതോർത്ത് നമ്മളിൽ വ്യാപരിക്കുന്നത് ദൈവ സാന്നിധ്യമാണ്, നമ്മളിൽ വ്യാപരിക്കുന്നത് അവന്റെ സ്വഭാവമാണ്, നമ്മളിൽ വ്യാപരിക്കുന്നത് അവന്റേതായ സാദൃശ്യമാണ്, അവനെ അനുഗ്രഹിക്കുന്ന മക്കളായി നമ്മളെ തീർത്തതോർത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയും. അതുകൊണ്ട് ആ മനുഷ്യൻ
കുരുടനായ മനുഷ്യൻ കാഴ്ച പ്രാപിച്ചതിനു ശേഷം എത്ര സന്തോഷം തോന്നിയിട്ടുണ്ടാകും. എന്റെ കണ്ണുകൾ കർത്താവിന് തന്നെ ആ മനുഷ്യനോട് എത്ര സ്നേഹം തോന്നിയിട്ടുണ്ട്. ഇവന്റെ കണ്ണുകൾ എന്റെ കണ്ണാണ്. കർത്താവ് നമ്മുടെ ദൈവം ഏതൊക്കെ വെച്ച് ആദ്യം ആ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിക്കുമ്പോ തന്റെ സ്വന്തം കൈ കൊണ്ട് ഈ നിലത്തെ പൊടിയിൽ നിന്ന് ആ ഒരു മനുഷ്യന്റെ നമ്മുടെ സ്വരൂപം ഉണ്ടാക്കി തന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ച ദൈവം അതേപോലെ തന്നെ കർത്താവ് കുഷ്ഠരോഗിയെ ഈ നിലത്തിൽ നിന്ന് പൊടിയിൽ നിന്ന് ചേർന്നാക്കി തന്റെ തുപ്പല് കൊണ്ട് തന്നെ ഒരു കണ്ണിന്റെ ആകൃതിയിൽ ഉണ്ടാക്കി ആ മനുഷ്യന്റെ കണ്ണിൽ വെച്ചിട്ട് ആ മനുഷ്യനെ സുഖപ്പെടുന്നത് നമുക്ക് മനസ്സിലാകും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു അവഹേളനമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ ന്യായമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം അതൊരു അവഹേളനമല്ല, അതൊരു സ്നേഹമാണ്. നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹമാണ്, കരുതലാണ്. നിന്റെ ശരീരത്തിൽ ഓടുന്ന ആ അനുഭവം, നിന്റെ ശരീരത്തിൽ ബ്ലഡിൽ അറിഞ്ഞിരിക്കുന്നത് എന്റെ ശരീരവുമായി ബന്ധമുള്ള ചില കാര്യങ്ങളാണ്, ചില DNA-കളാണ്. അതുകൊണ്ട് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, നിന്നോട് ആദരവുള്ളത് കൊണ്ടാണ്, നിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ് ഞാൻ ഇതിന് ചെയ്തത്. അല്ലാതെ ഒരു അവഹേളനമല്ല. പലർക്കും തോന്നുന്നത് അവഹേളനമാണെന്ന്, പലർക്കും തോന്നുന്നത് വിരോധാഭാസമാണെന്ന്. എന്നാൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ ദൈവത്തിനറിയാം ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് എന്റെ മകളിൽ ഇങ്ങനെ ചെയ്യുന്നത്, അവിടെ ശുശ്രൂഷയിൽ ഇങ്ങനെ ചെയ്യുന്നത്, അവരെ ഈ കഷ്ടതയിൽ കൂടെ വിടുന്നത്, അവരെ ഈ വേദനയിൽ കൂടെ വിടുന്നത് ദൈവത്തിന് നന്നായിട്ടുള്ള ഇതിന്റെ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങനെ നയിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്. കർത്താവേ, നിന്റെ ആഴമേറിയ സ്നേഹത്തിനാണ് ഞങ്ങൾ സ്തോത്രം. ഈ വ്യത്യസ്തമായ ഞങ്ങളുടെ ജീവിതത്തിൽ പലതും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഒന്നും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാള് ചെയ്ത എല്ലാ നന്മകൾക്കും നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുക്കും. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിന്, അവിടുത്തെ കരുതലിന്, അവിടുത്തെ വാത്സല്യത്തിന്, അവിടുത്തെ വ്യത്യസ്തമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ചെയ്യുന്ന, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ചെയ്യുന്ന, ഞങ്ങളുടേതായ ശരീരത്തിൽ ചെയ്യുന്ന, ഞങ്ങൾക്കൊരു രോഗം വരുമ്പോ, ഞങ്ങൾക്കൊരു ക്ഷീണം വരുമ്പോ, ഞങ്ങൾക്കൊരു മാനസിക സംഘർഷം വരുമ്പോ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വ്യത്യസ്തമായ വിടുതലുകൾക്കായി ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെല്ലുവാൻ കഴിയും. ആ ദിവസത്തിൽ നമ്മളെ തന്നെ എത്തിച്ചു കൊടുക്കും. വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിലൊക്കെ കർത്താവ് ചെയ്യുന്ന, കർത്താവ് കാണിക്കുന്ന അത്ഭുതങ്ങൾക്ക്, അവിടുത്തെ പ്രവൃത്തികൾക്ക്, അവിടുത്തെ സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം ചെല്ലുവാൻ കഴിയട്ടെ. ആ മനുഷ്യൻ ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ചോദിക്കുക. നമ്മുടെ കർത്താവിന് മനസ്സുണ്ടെന്ന് അവൻ വർഷങ്ങൾക്ക് മുൻപേ അവൻ നമ്മളെ മനസ്സിലാക്കി. 2000 വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് തിരിച്ചറിയുവാൻ മനസ്സിലാക്കാൻ കഴിയുന്നു. സാക്ഷാ ദൈവ സ്വരൂപത്തിലിരിക്കെ ആ ദൈവത്തെ പുറകെ പിടിക്കാതെ വേണം മനുഷ്യവേഷമെടുത്ത് ഇതാണ് ലോകത്തേക്ക് വന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, സകല മാനവരാശി ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളോട് മനസ്സുണ്ട്, എനിക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ട്, ആ മനസ്സുള്ളത് കൊണ്ടാണ് അവൻ കാവിൽ നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെയും ചെയ്യുന്നത്. അവൻ നമ്മളെ വിടുവിക്കാൻ മനസ്സുള്ളത് കൊണ്ട്, അവൻ നമ്മളെ പാപത്തിൽ നിന്ന് കരകയറ്റാൻ മനസ്സുള്ളത് കൊണ്ടാണ് അവൻ തന്റെ ശരീരത്തെ മുറിവിനാൽ അല്ലെങ്കിൽ മുറിവേൽക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത്, അപമാനിതനാകാൻ ഏൽപ്പിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ക്ഷീണിതനാകാൻ ഏൽപ്പിച്ചു കൊടുത്തത്, അവന്റെ തലയിൽ മുക്കിൽ വെക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത്, അവന്റെ കൈകാലുകൾ ആണികളെ തുളയ്ക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ കാരണം അവന് നമ്മളോട് മനസ്സലിവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. നിരാതില്ലാതെ സ്നേഹത്തിന് മുൻപാകെ നമ്മൾ എനിക്ക് മനസ്സുണ്ട്, നിങ്ങളേത് വിധേനയും സൗഖ്യമാണ്, നിങ്ങളെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവിന്റെ മനസ്സലിവിനായി, അവരുടെ സ്നേഹത്തിനായി രാത്രി നമുക്ക് സ്തോത്രം. എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. സർവശക്തൻ നമ്മളെല്ലാവരെയും ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് സമയം അനുവദിച്ചു തന്ന ദൈവം നമ്മളെ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ വചനം ശുശ്രൂഷിക്കുവാൻ ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ദൈവമായ കർത്താവ് ദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി പറയുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. രാത്രിയിൽ നമ്മോട് സംസാരിച്ച വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഇന്ന് രാത്രിയിൽ വചനം സംസാരിച്ച് എന്നോടാണെന്നുള്ളതായ ആ ബോധ്യത്തോടുകൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഓരോ വിഷയത്തിലും വിവിധങ്ങളായ വിഷയങ്ങളിൽ നാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടേതായ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉള്ളപ്പോൾ അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം നമുക്ക് കാണുവാൻ കഴിയുമല്ലോ എന്നുള്ളതായ ആലോചന ഇന്ന് രാത്രികാലം കേൾപ്പാൻ നമുക്കിടയായി. ദൈവദാസൻ കുഷ്ഠരോഗിയെ കുറിച്ചും അത് പക്ഷപാതക്കാരനെ കുറിച്ചും ഗിദെയോനെ കുറിച്ചും ഒക്കെയും സംസാരിച്ചു. അതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്
ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്നു, നമ്മെ വിടിവിക്കുന്നു, നമ്മെ സൗഖ്യമാക്കുന്നു, നമ്മെ ഉദ്ധരിക്കുന്നു, നമ്മെ സഹായിക്കുന്നു. നമ്മെ എവിടെയല്ല ഏതെല്ലാം വിഷയങ്ങളുമായിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവിക സാന്നിധ്യത്തിനെ കുറിച്ച് കർത്താവിന്റെ ദാസരോട് കേൾപ്പിച്ചുവല്ലോ. നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണമെന്നുള്ളതും ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മളോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഏത് സമയത്ത് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണമെന്നുള്ളതും കർത്താവാണ് നമുക്ക് നൽകി തരുന്നത്. കർത്താവ് തന്നെ പറയുന്നതായ വിഷയം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മളെ ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ നിൽക്കുമ്പോൾ എന്ത് സംസാരിക്കണമെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് വേണ്ടത് നൽകി തരുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എന്നോട് സംസാരിച്ചു എന്നുള്ളതായ ബോധ്യമുള്ളവർ പിന്നെയും ഒരിക്കൽ കൂടെ കരമുളങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ബിനുമാനന്മാർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായി. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പകലത്തെ ആരാധനയ്ക്ക് ശേഷമായി ഈ സന്ധിയിൽ ഞങ്ങൾ വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ എല്ലാ കർത്താവ് ഈ സന്ധികളെ കൃപകൾക്കായി, നന്മകൾക്കായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കർത്താവിലൂടെ കർത്താവിന്റെ തങ്ങളുടെ നാമത്തിന് പ്രയോജനമുള്ളവരാക്കി പ്രാർത്ഥിപ്പാൻ ജാഗരി കർത്താവിനെയും സഹായിക്കണം. എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിശേഷാൽ അങ്ങയുടെ വചനം സംസാരിച്ച പ്രിയ ജനസ്പാസക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദാസനെ കർത്താവ് കരമെടുത്ത് വരും നാളുകളിൽ ദൈവമേ ഉപയോഗിക്കുമാറാകണം. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഞങ്ങളുടെ കർത്താവെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവമേ, അല്ലെ ഞങ്ങളുടെ പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ മാറ്റി പുതുതാകുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഒരുക്കി മാനിപ്പാൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള കർത്താവിന്റെ കരുത്തിൽ പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ദാസനെ കർത്താവിനെയും അനുഗ്രഹിക്കണം. കുടുംബമായ കുഞ്ഞുങ്ങളായ കർത്താവ് അനുഗ്രഹിക്കണം. ശുശ്രൂഷ മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കണം. നീ വിശാലമാക്കണം. ദൈവപ്രവൃത്തികൾ ദേശത്തിനെയും വെളിപ്പെടുത്തി ദൈവമാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. കൂടി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇനി ഞങ്ങൾ കൂടി വരും വരെയും അങ്ങയുടെ ചിറകടിയിൽ ഞങ്ങളെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്ലസ്ബുയുടെ പ്രവർത്തനങ്ങൾ ഇനിയും അനുഗ്രഹമാക്കണം. തുടർന്നുള്ള മീറ്റിംഗുകൾ, പ്രവർത്തനങ്ങൾ, ക്ലാസുകളൊക്കെ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണം. കർത്താവിന്റെ കരങ്ങളിൽ പൂർണ്ണമായി ഞങ്ങൾ ഏൽപ്പിക്കുന്ന ആഴ്ചകളിൽ ജീവിക്കാനുള്ള ദൈവകൃപ, ദൈവസാന്നിധ്യം, ദൈവശക്തി, ആത്മിക ഭൗതിക നന്മകളൊക്കെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരും അവിടെങ്ങളിലായി കാക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ പുണ്യനാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവൽ നമ്മുടെ ഓരോ പേരിലും, പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്റെയും, ദൈവവചനം സംസാരിച്ച കർത്തദാസന്റെ പേരിലും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വിജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.